ഞാനിപ്പോൾ എക്സാം സ്റ്റഡി വ്ളോഗ് ഇട്ടിട്ട് വല്ലാതെ അങ്ങ് വെറുപ്പിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. എന്നാലും കുഴപ്പമില്ല, ഒരു എക്സാം സ്റ്റഡി വ്ളോഗും കൂടി ഉള്ളൂ ഇനി. അപ്പോൾ ഇത് വന്നിട്ട് കെമിസ്ട്രി എക്സാം സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ രാവിലെ 5 മണിക്ക് എണീച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. കാരണം ഞാൻ ഇന്നലെ രാത്രി ഇന്ന് പഠിച്ചതാണ്. അതായത് ഇന്നലെ രാത്രി കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ എക്സാമിൻ്റെ പോലെ പോൾ വീഡിയോസ് കണ്ടിട്ട് പഠിക്കണം എന്ന് തന്നെയാണ് കരുതിയത്. ബട്ട് 2-3 പോൾ വീഡിയോസ് കണ്ടപ്പോഴത്തേക്ക് ടൈം കുറേ ആയിടാ. അതിൻ്റെ കൂടെ പഠിക്കാനും കൂടി സമയം കിട്ടണ്ടേ. എന്നിട്ട് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ രാവിലെ എണീച്ചു. കുറച്ചേരം രാത്രി ഇന്ന് പഠിച്ചിട്ട് ഒട്ടും കംപ്ലീറ്റ് ആയിരുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ക്ലാസ് ഒന്നും കാണണ്ട, അങ്ങനെ അങ്ങ് പഠിച്ച് പോകാമെന്ന് കരുതി. ക്ലാസ് ഒന്നും കാണാതെ ഫിസിക്സിലൊക്കെ ഞാൻ പ്രോബ്ലംസൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. അതായത് കുറേ പ്രോബ്ലംസ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ടീച്ചർ തന്ന പ്രോബ്ലംസ് എങ്കിലും ചെയ്ത് നോക്കി. അതായത് ടീച്ചർ നോട്ടിൽ തന്നിട്ടില്ല. ഇതിപ്പോൾ എനിക്ക് എന്തായാലും അതുപോലും സമയം കിട്ടില്ല. മാത്രമല്ല പഠിച്ച് തന്നെ ഫുള്ളാവുമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നു. കുറേ തിയറി പഠിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പം ക്ലാസ്സും കൂടി കാണാൻ ടൈം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ ഞാൻ കരുതി തിയറി എന്തായാലും തറായിട്ട് പഠിച്ചു പോവാം. എന്തായാലും തിയറി തന്നെ ആയിരിക്കും കുറേ മാർക്കിന് ചോദിക്കാം, പ്രോബ്ലംസ് അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ഇരുന്ന് അങ്ങ് പഠിക്കാൻ തുടങ്ങി. പഠിച്ചിട്ട് തീരേണ്ട കുറേ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നമ്മൾ ഒരു എക്സാം ക്ലാസ് ടെസ്റ്റ് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഠിച്ചതായിരുന്നു, ബട്ട് ഒന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഫിസിക്സ് എക്സാമിന് എന്ന് പറയുമ്പോൾ അതും ക്ലാസ് ടെസ്റ്റിന് പഠിച്ചതായിരുന്നു. ബട്ട് ഇതെന്ന് പറയുമ്പോൾ ആകെ കുറച്ച് പോർഷൻ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ് ടെസ്റ്റിന്. അങ്ങനെ ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫിസിക്സ് എക്സാമിന് അങ്ങനെ അറിഞ്ഞില്ല, ഫുള്ളുണ്ടായിരുന്നു. എന്തായാലും പഠിച്ച് ഫുള്ളാവുമെന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ആകെ ഒരു 2-3 പേൾ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ടൈമായി. അതിൻ്റെ കൂടെ അത് ആ ഒരു ടോപ്പിക്ക് 3 പഠിച്ച് തീർക്കും വേണമല്ലോ. അതായത് പേൾ വീഡിയോ കാണുമ്പോൾ ഇത്രയും ടൈം ആവുന്നത്. അതിൻ്റെ കൂടെ പ്രോബ്ലംസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെല്ലെ സാധാരണ ഇരുന്ന് പഠിക്കാമെന്നൊക്കെ കരുതിയായിരുന്നു. ടൈം എത്ര പെട്ടെന്നാണ് പോയെന്ന് അറിയോ. എന്നിട്ട് അങ്ങ് പഠിച്ച് തീരണ്ടേ. എന്നിട്ടിപ്പോൾ ഞാൻ വിചാരിച്ചു പ്രോബ്ലംസ് ഒന്നും വേണ്ട, തിയറിയെങ്കിലും നേരൊക്കെ പഠിച്ച് പോകാമെന്ന് കരുതി. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ അങ്ങ് പഠിച്ചു. അങ്ങനെ 5 മണി കഴിഞ്ഞു, 6 മണി കഴിഞ്ഞു, 7 മണി കഴിഞ്ഞു. എന്നിട്ട് എൻ്റെ പഠിച്ചിൽ തീർന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഏകദേശമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബാക്കി സ്കൂളിൽ നിന്ന് പഠിക്കാമെന്നുള്ളൊരു സമാധാനത്തിൽ പോയി. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ കരുതൂ എത്രയോ ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന്. ബട്ട് ആകെ ഒരു ചാപ്റ്റർ പഠിക്കാനാണ് ഇപ്പോൾ ഇത്രയും ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ചാപ്റ്റേഴ്സും കൂടി ആകുമ്പോൾ എന്താവോ അവസ്ഥ ആവോ. അതായത് കുറേ തിയറി പഠിക്കാനുണ്ടായിരുന്നു. അല്ല, ഓരോ തവണ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വലിയ സീനില്ലാതെ പെട്ടെന്ന് പഠിക്കൽ കഴിഞ്ഞിരുന്നു. എന്നാലും ഏകദേശം എനിക്ക് ഞാൻ കവർ ചെയ്തിട്ടാണ് സ്കൂളിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് സ്കൂളിൽ വെച്ചിട്ട് കുറച്ചൊക്കെ റിവേഴ്സ് ആക്കി. എന്തായാലും എക്സാം നല്ല അടിപൊളിയായിരുന്നു. എക്സാം ഈസിയൊക്കെ തന്നെ ആയിരുന്നു. ആൻഡ് ആകെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതാണെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് പേപ്പേഴ്സൊക്കെ കിട്ടൽ തുടങ്ങിയിട്ടോ. അങ്ങനെ ഫുൾ പേപ്പേഴ്സ് കിട്ടിയിട്ട് ഞാൻ ഒരു ഷോർട്ട്സ് ഇടുന്നതായിരിക്കും മാർക്ക് റിവീൽ ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം വന്നിട്ട് ഫ്രൈഡേ ആയിരുന്നു. ഇനിയിപ്പോൾ 3 ദിവസം ലീവാണ്. അതായത് സാറ്റർഡേ, സൺഡേ ആൻഡ് മൺഡേ. മൺഡേ എന്താണ് ലീവ് എന്ന് വെച്ചാൽ നമ്മുടെ ജൂനിയേഴ്സ് വരികയാണ്, അതായത് +1 വരികയാണ്. അപ്പോൾ അവരുടെ പ്രവേശനോത്സവം ആയതുകൊണ്ട് മൺഡേ ലീവ് തന്നിരിക്കുകയാണ്. അപ്പോൾ മാത്സ് പഠിക്കാൻ 3 ദിവസമുണ്ട്. അത് 3 ദിവസമൊന്നും ഞാൻ പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം. അങ്ങനെ 6 മണി കഴിഞ്ഞ് 7 മണിക്കായല്ലോ. 7 മണിയായപ്പോൾ നമുക്കിനി സ്കൂളിലോട്ട് പോകണ്ട, ഇങ്ങനെ പഠിച്ചിരുന്നാൽ പോരല്ലോ. അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അടുത്ത സ്റ്റഡി വ്ളോഗ് ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ.